മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലത്രേ വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ഈ തിരുവചനം നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നമ്മുടെ സാന്നിധ്യം ആണ് സമൂഹത്തിലും കുടുംബത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആശ്വാസവും അനുഗ്രഹവും പുതിയ അനുഭവം പകർന്നു നൽകുക. ഉപ്പ് ഭക്ഷണത്തിന് സ്വാദ് നൽകുന്നത് പോലെ പ്രകാശം സന്തോഷം കൊണ്ടുവരുന്നത് പോലെ നമ്മളുടെ സാന്നിധ്യം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആശ്വാസവും നമ്മുടെ സാമീപ്യം മറ്റുള്ളവർക്ക് സന്തോഷവും പ്രദാനം ചെയ്യണം. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു തന്നെപ്പറ്റി തന്നെ പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. വളരെ ശ്രദ്ധേയമാണ് ഈ ഭാഗം. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. ഈ 2 വചനങ്ങളിലും ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് യേശു തന്നെപ്പറ്റി തന്നെ പറയുമ്പോഴും നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ് നമ്മെപ്പറ്റി യേശു പറയുമ്പോഴും ഉപയോഗിക്കുന്ന ഗ്രീക്ക് മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഒരു പദം തന്നെയാണ്, ഫോസ്. ഫോസ് എന്ന ആ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഫോട്ടോകോപ്പി, ഫോട്ടോസിന്തസിസ്, ഫോട്ടോഗ്രാഫി ഇങ്ങനെയുള്ള പദങ്ങളെല്ലാം വരിക. ഫോസ് എന്ന ആ മൂലപദത്തിൽ നിന്ന്. ഒരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് യേശു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുമ്പോൾ ഈ ഉപയോഗിക്കുന്ന പദവും നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദവും ഒന്നു തന്നെ ഉപയോഗിക്കുന്നു? ഈ ഫോസ് എന്ന പദം തന്നെ വളരെ അർത്ഥസമ്പുഷ്ടമാണ്. ഈ പദം, ഈ ഉപയോഗം. കാരണം യേശു വിഭാവനം ചെയ്യുന്നത് എപ്രകാരം താൻ ജീവിച്ചിരുന്ന കാലയളവിൽ, താൻ ജീവിച്ചിരുന്ന ചുറ്റുപാടുകളിൽ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനതയ്ക്ക് പ്രകാശമായി മാറിയോ, അപ്രകാരം ഇന്നത്തെ ഈ പശ്ചാത്തലത്തിൽ, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നിഴലുകളിലും അന്ധകാരത്തിലും കഴിയുന്ന മനുഷ്യർക്ക് നാം പ്രകാശമായി മാറണം, ക്രിസ്തുവിനെ പോലെ. പാപിനിയായ മറിയം മഗ്ദലേന ജീവിതം അന്ധകാരത്തിലായിരുന്നു. അവൾ യേശുവിനെ സമീപിച്ച് യേശുവിൻ്റെ സാന്ത്വനസ്വരം കേട്ടപ്പോൾ, അവിടുത്തെ കരുണാകടാക്ഷം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൾക്കൊരു പുതിയ ജീവനുണ്ടായി, പുതിയ പ്രകാശം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അന്ധനായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ അന്ധതയെല്ലാം അകന്നുകൊണ്ട്
യേശുവിൻ്റെ ഒരു കരതല സ്പർശനം ലഭിക്കുവാൻ ഉണ്ടായപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം ഒരു പുതിയ പ്രകാശത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരുന്നു. സഖ്യയൂസിൻ്റെ ജീവിതം, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം. ആ മനുഷ്യനും അന്ധകാരത്തിലായിരുന്നു, അന്ധകാരത്തിൻ്റെ നിഴലിലായിരുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു, യേശുവിനെ ഒരു നോക്ക് കാണണം. യേശു ആ മനുഷ്യൻ്റെ ഭവനത്തിലേക്ക് വരികയും അവനോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ സഖ്യയൂസിൻ്റെ ജീവിതത്തിന് ഒരു പുതിയ പ്രകാശം ലഭ്യമാകുന്നു. ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി ഞാൻ തിരികെ കൊടുക്കുന്നു. ആ മനുഷ്യൻ പൊതുവേദിയിൽ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കുന്നു. തൻ്റെ ജീവിതത്തിലേക്ക് അന്ധകാരം മാറുന്ന പുതിയ പ്രകാശം കടന്നു വരുന്നതിൻ്റെ അടയാളമാണത്. ജീവിതത്തിൻ്റെ പരിവർത്തനം, ഹൃദയത്തിൻ്റെ വ്യതിയാനം. നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ സാമീപ്യം കൊണ്ട്, നമ്മുടെ സമീപനം കൊണ്ട് മറ്റുള്ളവർ ഈ യേശുവിൻ്റെ സാന്ത്വന പ്രകാശം, കരുണയുടെ, അനുകമ്പയുടെ അനുഭവം സ്വന്തമാക്കാനാകണം. അതുകൊണ്ടാണ് യേശു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് വ്യക്തമാക്കുക. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് പ്രകാശമായി മാറണം. ഒരു യഥാർത്ഥ ക്രൈസ്തവന് സ്നേഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അവൻ അനുഗമിക്കുന്നത്, അല്ലെങ്കിൽ അവൾ അനുഗമിക്കുന്നത് സ്നേഹത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിനെയാണ്. ഞാനൊരു കഥ ഓർത്തു പോവുകയാണ്. ഒരു സ്ഥലത്ത് 2 സഹോദരന്മാർ ജീവിച്ചിരുന്നു. മൂത്ത സഹോദരൻ ഒരു കുന്നിൻ്റെ മുകളിൽ വീട് വച്ച് വിവാഹം കഴിക്കാത്ത ആ മനുഷ്യൻ ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിച്ചിരുന്നു. താഴ്വാരത്ത് ഇളയ സഹോദരൻ ഭാര്യയും 3 മക്കളുമായി ഭവനത്തിൽ താമസിച്ചിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഈ ഇളയ സഹോദരൻ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും ചരിഞ്ഞുമൊക്കെ കിടന്നു. അവസാനം അയാൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എന്തു കഷ്ടമായി പോയി, അയാൾ പറഞ്ഞു. ഞങ്ങളുടെ പിതാവ് സ്വത്ത് ഞങ്ങൾക്ക് സമമായി വീതിച്ച് ഒരു ഭാഗം ജ്യേഷ്ഠന് കൊടുത്തു, മറ്റൊരു ഭാഗം എനിക്ക് തന്നു. അതൊട്ടും ശരിയായില്ല. കാരണം ഞാൻ എൻ്റെ ഭാര്യയും മക്കളുമൊത്ത് സന്തോഷമായി എല്ലാം സുഭിക്ഷമായി കടന്നു പോകുന്നു. എന്നാൽ എൻ്റെ ജ്യേഷ്ഠൻ പാവം ഒറ്റയ്ക്ക് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ നോക്കണം. എൻ്റെ അപ്പൻ കുറച്ചുകൂടെ സ്ഥലവും സ്വത്തുക്കളും എൻ്റെ ജ്യേഷ്ഠന് കൊടുക്കേണ്ടതായിരുന്നു. ഇനി ഞാൻ അല്പം കൊടുക്കാമെന്ന് വിചാരിച്ചാൽ എൻ്റെ ജ്യേഷ്ഠൻ ഒരിക്കലും സ്വീകരിക്കുകയുമില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യും. എൻ്റെ ഈ ഭവനത്തിലുള്ള വിലപിടിപ്പുള്ള സാമഗ്രികൾ ഞാൻ ഒരു ചാക്കിൽ നിറച്ച് അത് ഇന്നു രാത്രി തന്നെ ഈ കുന്നിൻ്റെ മുകളിലുള്ള ചേട്ടൻ്റെ ഭവനത്തിൻ്റെ പടിവാതിക്കൽ കൊണ്ടുപോയി വയ്ക്കും. അങ്ങനെ അല്പം കൂടെ ജ്യേഷ്ഠന് സ്വന്തമായി സ്വത്തുണ്ടാകട്ടെ. അയാൾ അതാലോചിച്ചുറച്ച് രാത്രിയിൽ തന്നെ സാവധാനം എഴുന്നേറ്റ് മക്കളും ഭാര്യയും ഒന്നും ഉണർത്താതെ അവിടെയുള്ള വിലപിടിപ്പുള്ള പുതിയ കുറേ സാധനങ്ങൾ അയാൾ ഒരു ചാക്കിൽ വെച്ച് അതിൻ്റെ അകത്താക്കിയിട്ട് കെട്ടി തലയിൽ വെച്ച് അയാൾ സാവധാനം ഈ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. അങ്ങനെ അയാൾ ഈ ജ്യേഷ്ഠനെ സഹായിക്കുവാൻ തീരുമാനമെടുത്ത് പോവുകയാണ്. ആ രാത്രി ഈ മലയുടെ മുകളിൽ ഭവനത്തിൽ ഏകാന്തനായി കഴിയുന്ന ജ്യേഷ്ഠനും എന്തുകൊണ്ടോ ഉറക്കം വന്നില്ല. അയാളും തിരിഞ്ഞും ചരിഞ്ഞും ഒക്കെ ഇങ്ങനെ കിടന്ന് അവസാനം എഴുന്നേറ്റ് കട്ടിലിരുന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ ചെയ്തത് ഒട്ടും ശരിയായില്ല.
ഞാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്വത്തെല്ലാം ആസ്വദിച്ച്, ഒറ്റയ്ക്ക് ആസ്വദിച്ച് ഇവിടെ കഴിയുന്നു. എല്ലാം സുന്ദരമായി നന്നായിട്ട് പോകുന്നു. പാവം എൻ്റെ അനുജൻ, അവന് ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്, അവരുടെ ഭക്ഷണം, പഠനം ഇതെല്ലാം നോക്കണം. ഞാൻ എന്താ ചെയ്യുക? ഇനി സ്വത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ അവനൊട്ട് സ്വീകരിക്കുകയുമില്ല. ഞാനൊരു കാര്യം ചെയ്യും. എൻ്റെ ഈ ഭവനത്തിൽ പല വിലപിടിപ്പുള്ള കാര്യങ്ങളുണ്ടല്ലോ, അവയെല്ലാം ഞാനെടുത്ത് ഒരു ചാക്കിൽ കെട്ടി താഴെ അനിയൻ്റെ ഭവനത്തിൻ്റെ പടിവാതിക്കൽ കൊണ്ടുപോയി രഹസ്യമായി വയ്ക്കും. അവൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അവനും ഭാര്യയ്ക്കും അല്പം കൂടെ സ്വത്തും വകയും ലഭിക്കുമല്ലോ. അങ്ങനെ തീരുമാനിച്ചുറച്ച് അയാൾ ഒരു ചാക്കിൽ തൻ്റെ ഈ ഭവനത്തിലുള്ള വിലപിടിപ്പുള്ള കുറേ സാധനങ്ങളെല്ലാം അതിലാക്കി ചാക്ക് കെട്ടി തലയിൽ വെച്ച് താഴ്വാരത്തിൽ അനുജൻ താമസിക്കുന്ന ഭവനത്തെ ലക്ഷ്യമാക്കി സാവധാനം നടന്നു. അങ്ങനെ നടന്ന് താഴേക്ക് പോകുമ്പോൾ അങ്ങ് അകലെ നിന്ന് മറ്റൊരാൾ ആ പച്ച പാതിരായ്ക്ക് ഒരു ചാക്ക് കെട്ട് തലയിൽ വെച്ച് മുകളിലേക്ക് കയറി വരുന്നു. ഇനി വല്ല ഭൂതമാണോ പ്രേതമാണോ? ചേട്ടന് സംശയമായി. അനുജനും ആ സമയത്ത് താഴെ നിന്ന് ഇതുപോലെ തന്നെ ചാക്ക് കെട്ട് തലയിൽ വെച്ച് മുകളിലേക്ക് കയറി വരുമ്പോൾ മുകളിൽ നിന്ന് ആരോ ചാക്കുമായി താഴേക്ക് വരുന്നതും കണ്ടു. അനുജന് പേടിയായി. ഇനി വല്ല പ്രേതമോ ഭൂതമോ വല്ലതുമാണോ? സാരമില്ല, ഒരു കാര്യം തീരുമാനിച്ചതല്ലേ, ചെയ്യുക തന്നെ. എല്ലാം ഉറച്ചുകൊണ്ട് അയാൾ മുകളിലേക്ക് കയറി. സാവധാനം ജ്യേഷ്ഠനും താഴേക്ക് വന്നു. അവസാനം അടുത്തടുത്ത് വന്നപ്പോൾ മനസ്സിലായി ഇത് തൻ്റെ സ്വന്തം അനുജനാണ് ഈ ചാക്ക് കെട്ട് തലയിൽ വെച്ച് മുകളിലേക്ക് വരുന്നതെന്നും അനുജന് മനസ്സിലായി ജ്യേഷ്ഠനാണ് അടുത്ത് വരുന്നതെന്നും. ജ്യേഷ്ഠൻ ചോദിച്ചു, എടാ നീ രാത്രി ഈ പാതിരായ്ക്ക് ഈ ചാക്ക് വെച്ച് എങ്ങോട്ട് പോകുന്നു? അപ്പോൾ അനുജൻ ചോദിച്ചു, ചേട്ടൻ എങ്ങോട്ടാണ് ഈ ഒറ്റയ്ക്ക് ഈ രാത്രി? അവർക്ക് 2 പേർക്കും കാര്യം മനസ്സിലായി. അവർ ചാക്ക് കെട്ട് താഴെ വെച്ച് ആലിംഗനബദ്ധരായി സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ അശ്രുക്കൾ പൊഴിക്കുവാൻ തുടങ്ങി. കാരണം സ്നേഹം ഹൃദയത്തിൽ നിറയുന്ന ആ സഹോദരങ്ങൾക്ക് സ്നേഹിക്കുവാൻ മാത്രമേ അറിയാവൂ. ഇതാണ് ഒരു ഉത്തമ ക്രൈസ്തവൻ. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്കെന്നും സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, ആശ്ലേഷിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. വെറുപ്പും പരിഭവവും പരിദേവനവുമൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ കായേൻ്റെ അനുഭവം നാം വായിക്കുന്നു. കായേനോട് ദൈവം ചോദിക്കുന്നത്, നിന്റെ സഹോദരൻ എവിടെ എന്നാണ്. അപ്പോൾ അവൻ്റെ ഉത്തരം, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാനെന്നാണ്. അങ്ങനെ ഏദൻ തോട്ടത്തിൽ നിന്നും അതിൻ്റെ സൗഭാഗ്യത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദത്തിൻ്റെയും ഹവയുടെയും അനന്ത തലമുറ വീണ്ടും കൊലപാതകവും വെറുപ്പിലും ജീവിച്ചുകൊണ്ട് ഒരാൾ മറ്റൊരുവൻ്റെ ഘാതകനായി മാറുന്നു. കർത്താവ് കായനോട് ചോദിക്കുമ്പോൾ, നിന്റെ സഹോദരൻ ആബേൽ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുക, എനിക്കറിഞ്ഞുകൂടാ. സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്നാണ് ചോദിക്കുക. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്നും അകന്നു പോകുന്ന, അവിടുത്തെ സ്നേഹവലയത്തിൽ നിന്നും അകന്നു ജീവിക്കുന്ന മനുഷ്യൻ്റെ മനോഭാവത്തിൻ്റെ പ്രതീകമാണ്. സഹോദരൻ്റെ ഘാതകനായി മാറുന്ന സഹോദരൻ. ഉൽപ്പത്തിയുടെ പുസ്തകം തന്നെ 37-ാം അധ്യായത്തിൽ യാക്കോബിൻ്റെ പുത്രന്മാർ 12 പേർ ജോസഫിനോട് അസൂയ തോന്നുന്ന വിവരണമുണ്ട്. പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അങ്ങനെ അവനെ
മരുഭൂമിയിലെ ഒരു കുഴിയിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും മറ്റൊന്നായിരുന്നു. അവനെ ഉപേക്ഷിച്ച, ദ്രോഹിച്ച സഹോദരന്മാരോട് ജോസഫ് ഒരിക്കലും പ്രതികാരം ചെയ്യുന്നില്ല. പ്രത്യുത ആ മനുഷ്യന് സ്നേഹിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഈ ജോസഫിൻ്റെ സമീപത്തേക്ക് സഹോദരന്മാർ വീണ്ടും ക്ഷാമകാലത്ത് വരുമ്പോൾ അവരുടെ കഷ്ടസ്ഥിതിയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജോസഫ് അകത്ത് പോയി കരയുകയാണ്. ഒരു യഥാർത്ഥ സാഹോദര്യ സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ ഒരു പര്യായം. ജോസഫ് എല്ലാ ക്രൈസ്തവനും ഒരു മാതൃകയാണ്. സ്നേഹിക്കുവാൻ, പൊറുക്കുവാൻ, ഉള്ളു തുറന്ന് ക്ഷമിക്കുവാൻ ഉള്ള അനുഭവം യേശു തൻ്റെ ജീവിതം വഴി കാണിച്ചു തരിക ഈ ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ മാതൃകയാണ്. യഥാർത്ഥ ക്രൈസ്തവന് യേശുവിനെ പോലെ സ്നേഹിക്കുവാനും മറ്റുള്ളവരോട് കരുതലോടുകൂടെ പെരുമാറുവാനും മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ പ്രകാശം ഇന്നും സമൂഹത്തിൽ ജീവിച്ചു കാണിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. മോസസിൻ്റെ ജീവിതവും നമുക്ക് മാതൃകയാണ്. ആ മനുഷ്യൻ രാജകൊട്ടാരത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളിലും ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിപാലന അനുവദിച്ചു. അല്ലെങ്കിൽ ഒരുപക്ഷെ ശിശുവായ മോസസ് ജീവിച്ചിരിക്കുമോ എന്ന് പോലും സംശയമായിരുന്നു. അവനെ ആ ഒരു വള്ളിക്കൊട്ടയിൽ കുഞ്ഞിനെ നദിയിലൂടെ ഒഴുക്കിവിടുകയാണ്. പക്ഷെ ദൈവം അവനെ പരിപാലിച്ചു. അവൻ ആ നദിയിൽ നിന്ന് അവനെ എടുത്തുകൊണ്ടുവന്ന് രാജകുമാരിയുടെ രാജകൊട്ടാരത്തിൽ, അന്തഃപുരത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടെ കഴിയുന്നു. അങ്ങനെ സാവധാനം മോസസ് വളർന്നു വരുന്നു, കരുത്തനായി, ദൃഢഗാത്രനായി. പക്ഷേ ആ മനുഷ്യനൊരിക്കലും തൻ്റെ സഹോദരങ്ങളുടെ നൊമ്പരവും വേദനയും കഷ്ടപ്പാടും കണ്ണീരും മറക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഒരുവനെ അടിക്കുന്നത് കാണുമ്പോൾ ആ മനുഷ്യനെ വകവരുത്തുവാൻ പോലും മോസസ് തീരുമാനമെടുക്കുക. എൻ്റെ സഹോദരനോടുള്ള, എൻ്റെ സഹജീവികളോടുള്ള സഹതാപവും സ്നേഹവും ആർദ്രതാ മനോഭാവവും. മോസസ് അവിടെ നിന്നോടി മോസസ് ഒളിച്ചോടി വരികയും പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയ്ക്കുന്ന വിവരണം കൊടുക്കുന്നുണ്ട്. അവിടെ എരിഞ്ഞു ചാമ്പലായിട്ടും തീരാത്ത ജ്വലിക്കുന്ന മുൾപടർപ്പിൽ യഹോവയായ ദൈവത്തെ മോസസ് കണ്ടുമുട്ടുന്നു. മോസസ് കേൾക്കുന്ന ആ ദൈവത്തിൻ്റെ സ്വരം ഇപ്രകാരമാണ്. ദൈവത്തോട് ചോദിക്കുന്നു, അങ്ങാരാണെന്ന് ചോദിക്കുമ്പോൾ ദൈവം തന്നെ തന്നെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ദൈവം മോസസിനോട് പറയുന്നു, എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു, എൻ്റെ ജനത്തിൻ്റെ രോദനം ഞാൻ കേൾക്കുന്നു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനാണ്. അങ്ങനെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ കാണുന്ന ദൈവമാണ് നമ്മുടേത്. ജനത്തിൻ്റെ രോദനം കേൾക്കുന്ന ദൈവമാണ് നമ്മുടേത്. ജനങ്ങളുടെ പ്രയാസങ്ങൾ അറിയുന്ന ദൈവമാണ് നമ്മുടേത്. മാത്രമല്ല, ആ ജനത്തെ മോചിക്കുവാൻ, ആ ജനത്തിൻ്റെ സഹായിക്കുവാൻ ഇറങ്ങി വരുന്ന ദൈവം. ആ ദൈവം മോസസിനെ നിയോഗിക്കുക വിമോചകനായിട്ടാണ്. അപ്പോൾ മോസസ് തൻ്റെ നിസ്സഹായാവസ്ഥ പറയുന്നു. ഞാൻ ആരാണ്? ഫറവോൻ്റെ രാജധാനിയിൽ പോയി ഈ ജനത്തിനു വേണ്ടി സംസാരിക്കുവാനുള്ള കെൽപ്പെനിക്കില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഒരു ഉറപ്പ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും.
പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ നിന്നോടുകൂടെ ഞാനുണ്ടായിരിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വലിയ ആശ്വാസത്തിൻ്റെ വചസ്സുകൾ. മോസസ് തൻ്റെ ജനത്തിൻ്റെ വിമോചകനായി മാറുക, അവരെ പുതിയ കാനാൻ ദേശത്തേക്ക് നയിക്കുവാൻ ഉള്ള നേതൃത്വമെടുക്കുവാൻ സാധിക്കുക, ദൈവം ആ മനുഷ്യനെ കരുത്തു നൽകി അനുഗ്രഹിച്ചുകൊണ്ടാണ്. എന്നാൽ മോസസ് ഒരിക്കലും തൻ്റെ അനുഗ്രഹത്തിൻ്റെ, തൻ്റെ സൗഭാഗ്യത്തിൻ്റെ നിമിഷങ്ങളിൽ നൊമ്പരപ്പെടുന്ന, വേദനിക്കുന്ന തൻ്റെ ജനത്തെ അയാൾ മറക്കുന്നില്ല. സഹോദരനോടുള്ള സ്നേഹം, സഹജീവികളോടുള്ള സഹതാപം, അവരോടുള്ള അനുകമ്പ, അവരോടുള്ള ആർദ്രതാ മനോഭാവം, അതിൻ്റെ സ്രോതസ്സ് വറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ക്രൈസ്തവൻ എന്ന് വിളിക്കുവാൻ പോലും യോഗ്യതയില്ലാത്ത അവസ്ഥയിലേക്ക് മാറും. യേശുവിൻ്റെ ശിഷ്യർക്ക് എന്നും ഈ സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ പ്രകാശം ജീവിതത്തിലെന്നും നിറഞ്ഞു നിൽക്കണം. യേശു നമ്മെ തൻ്റെ അനുയായികളാകുവാൻ ക്ഷണിച്ചിരിക്കുന്നത് യേശുവിനെ പോലെ ആകുവാനാണ്. പ്രസിദ്ധമായ ആ ഗാനമുണ്ടല്ലോ, യേശുവിനെ പോലെ ആകണം. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സ്വപ്നവും ജീവിതത്തിൻ്റെ പ്രത്യാശയും, ഞാനും സാവധാനം ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും യേശുവിനെ പോലെ ആകുവാനുള്ളതാണ്. എൻ്റെ സംസാരം, എൻ്റെ സമീപനം, എൻ്റെ പെരുമാറ്റം, മറ്റുള്ളവരോടുള്ള ബന്ധം, ഇതെല്ലാം യേശുവിൻ്റെ ബന്ധം പോലെ, യേശുവിൻ്റെ സംസാരം പോലെ, യേശുവിൻ്റെ സമീപനം പോലെ മാറിത്തീരണം. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുന്നു. ഇതുപോലെ തന്നെ നാം ഓരോരുത്തരും നമുക്കും സന്തോഷത്തോടുകൂടെ, അഭിമാനത്തോടുകൂടെ പറയുവാൻ സാധിക്കണം, ഇനി ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. എൻ്റെ ഹൃദയം ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുവാൻ വിട്ടുകൊടുക്കാനാകണം. എൻ്റെ കൈകൾ സാന്ത്വനത്തിൻ്റെ തലോടലിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ആശ്വാസത്തിൻ്റെ തലോടൽ നൽകുവാൻ വിട്ടുകൊടുക്കണം. എൻ്റെ കണ്ണുകൾ കർത്താവിൻ്റെ വാത്സല്യ കണ്ണുകളായി മാറ്റിയെടുക്കുവാൻ എനിക്ക് സാധിക്കണം. അപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ പോലെ മാറിത്തീരുക. ക്രിസ്തു പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. എപ്രകാരം ക്രിസ്തു താൻ ജീവിച്ചിരുന്ന കാലയളവിൽ അന്ധകാരത്തിലും നിഴലുകളിലും ജീവിച്ചിരുന്ന വ്യക്തികൾക്ക് പ്രകാശമായി മാറിയോ, അതുപോലെ നമുക്കും മാറണം. പ്രകാശമായി തീരുവാൻ, മറ്റുള്ളവർക്ക് സ്വാദ് നൽകുന്ന ഉപ്പായി മാറുവാൻ. സെനക്ക എന്ന പ്രസിദ്ധനായ ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ഐ ഡു നോട്ട് ബേൺ, ഇഫ് യു ഡു നോട്ട് ബേൺ, ഹൗ ക്യാൻ ദ ഷാഡോസ് ബിക്കം ലൈറ്റ്? ഞാൻ ജ്വലിച്ചില്ലെങ്കിൽ, നിങ്ങൾ ജ്വലിച്ചില്ലെങ്കിൽ എങ്ങനെ സമൂഹത്തിൽ പേടിപ്പെടുത്തുന്ന നിഴലുകൾ പ്രകാശമാക്കി മാറ്റുവാൻ സാധിക്കും? പ്രിയമുള്ളവരെ, യേശുവിനെ പോലെ ആകാം. യേശുവിനെ പോലെ നമുക്ക് പ്രകാശം പരത്താം. യേശുവിനെ പോലെ ഉള്ളിൽ അഗ്നി നിറച്ച് മറ്റുള്ളവർക്കായി ജ്വലിക്കാം. ദീപം വിളക്ക് പീഠത്തിന്മേലാണ് വയ്ക്കേണ്ടത്. നമ്മുടെയും ജീവിതം മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാൻ, മറ്റുള്ളവർക്ക് സാന്ത്വനമായി മാറുവാൻ സമർപ്പിക്കപ്പെടേണ്ടതുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഈ ലോകത്തിൽ അന്ധകാരമകറ്റുന്ന പ്രകാശമായി മാറിയതുപോലെ ഞങ്ങളുടെയും ജീവിതം വഴി മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, കരുതലിൻ്റെ പ്രകാശമായി മാറുവാൻ കൃപ നൽകണമേ. കർത്താവേ, അങ്ങയുടെ പ്രകാശം ഞങ്ങളിലും തന്ന് ഞങ്ങളും ജ്വലിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജ്വലിക്കുവാൻ കൃപ നൽകണമേ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.